ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അത് ഞാൻ റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും നോക്കാം കേട്ടോ. 1 കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വലിയ സ്പൂൺ അളവിലുള്ള പഞ്ചസാരയും പിന്നെ ഒരു ചെറിയ സ്പൂൺ അളവിലുള്ള ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ അതിനകത്ത് ചേർത്ത് ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി അതിലേക്ക് ചെറു ചൂട് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ചേർത്ത് ആദ്യം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ പാലിൻ്റെ ഒരു 1/4 ഭാഗവും കൂടെ അതിനകത്ത് ഒഴിച്ച് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഒത്തിരി പാല് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റവയുടെ മിക്സ് ഒത്തിരി ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണ്ട. അതുകൊണ്ടാണ് കുറച്ച് പാല് ബാക്കി വന്നതെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനൊരു അരമണിക്കൂറേ വെക്കുന്നുള്ളൂ, കാരണം പെട്ടെന്ന് ഇത് പൊങ്ങി വരും. ഇനി നമുക്കിതിന് വേണ്ടി ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിലുള്ള ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ശർക്കര പൊടിയിൽ അഴുക്കൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. അതല്പം വെള്ളം ഒഴിച്ചൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ അതേ അളവിൽ തന്നെയുള്ള, അതായത് ശർക്കര എടുത്ത അളവിൽ തന്നെയുള്ള അവലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവലിന് പകരം തേങ്ങ മാത്രം ചേർത്താൽ മതിയെങ്കിലും കുറച്ചുകൂടെ കുഴപ്പമില്ല. അപ്പം ഞാൻ അതിലേക്ക് ഈ അവലെടുത്ത ആ ഒരു അളവിൽ തന്നെയുള്ള തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കഴിഞ്ഞാലൊക്കെ നല്ല ടേസ്റ്റാണ്, ഞാൻ പറയാതെ അറിയാമല്ലോ. ഇനി നെയ്യ് വേണ്ട എന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ അളവിലുള്ള ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ റവക്കൂട്ട് പൊങ്ങിയൊന്ന് നമുക്കൊന്ന് നോക്കണ്ടേ. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതേ ഒരു രീതിയിൽ വേണം അത് ഇരിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പാല് മുഴുവനായിട്ട് ഒഴിക്കാഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിക്കുക. ഒത്തിരി ഉപ്പ് വേണ്ട, ഒരു അല്പം ഉപ്പ് മതി കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുക്കുന്നത്. അതൊന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളിത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അതിലേക്ക് ഞാൻ നെയ്യൊക്കെ പുരട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് അതിലേക്ക് ഈ റവയുടെ ഫില്ലിങ് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ അവലിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അത് ഇതിൻ്റെ പുറത്തേക്ക് അത് മുഴുവനായിട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ അതിട്ട് കൂടുതൽ അത് മിഡിൽ ഭാഗത്ത്, അതായത് സൈഡിലേക്ക് ഈ ഫില്ലിങ് കൂടുതൽ പോകാതെ ശ്രദ്ധിക്കണേ. അങ്ങനെ വേണം നമ്മളത് ഇട്ട് കൊടുക്കാനായിട്ട്. കണ്ടല്ലോ, ഇതുപോലെ ആ ഫില്ലിങ് മൊത്തം നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനത് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള, അതായത് നമ്മുടെ റവയുടെ ഫില്ലിങ് ബാക്കിയുള്ളത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ പുറത്ത് ഒഴിച്ച് ആ അവലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് മൊത്തം നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് ആ തവി കൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാം. ഞാനത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറത്ത് നമ്മുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സാണ് അവൈലബിൾ എന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് ബ്ലാക്ക് കളറിലെ കുറച്ച് ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് നമുക്ക് അതൊരു സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കാം. കണ്ടല്ലോ, 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് തുറന്ന് നോക്കി ഇതുപോലൊരു സ്റ്റീലിൻ്റെ
കോലുകൊണ്ട് കുത്തി നോക്കുമ്പോൾ അത് നമ്മുടെ ആ നമ്മൾ കുത്തി നോക്കുന്ന ആ കോലിൽ ഒട്ടിപ്പിടിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് നന്നായി വെന്തു എന്ന് അറിയാൻ പറ്റും. അതിനുശേഷം നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടല്ലോ, നല്ല അടിപൊളി നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കണ്ടേ. ഇതൊന്ന് ഞാൻ കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കണ്ടോ, നല്ല അടിപൊളിയാണ്. നമ്മുടെ ഫില്ലിംഗ് ഒന്നും വെളിയിൽ പോകാതെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ് കേട്ടോ. നമുക്ക് തോന്നും ഈ റവ കൊണ്ട് ഇത് ചെയ്യുമ്പം സോഫ്റ്റ് അല്ല എന്ന്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈയും ചെയ്യണം, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.